കഥ കടഞ്ഞു കിടന്നാലും തുറന്നു കിടന്നാലും എൻ്റെ ജീവിതത്തിൽ വരേണ്ടത് വരും. എൻ്റെ മുമ്പിലെ ഡോർ ഇപ്പോൾ ക്ലോസ്ഡ് ആണെങ്കിലും ഞാൻ പുറത്തിറങ്ങും. നിങ്ങളെ അങ്ങനെ പുറത്തിറക്കാനും നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ അകത്ത് കൊണ്ടു തരാനും ദൈവത്തിന് പറ്റുമെന്ന നിലയിൽ അപാരമായൊരു ഭയങ്കര വിശ്വാസത്തിൻ്റെ ശക്തിയെ നിങ്ങളിലേക്ക് തുറക്കുന്ന, നിൻ്റെ ജീവിതത്തിൽ ഈ ദൈവശക്തിയുടെ ഒരു വമ്പൻ ബോംബ് പൊട്ടിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയിലേക്കാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവരുന്നത്. കാരണം ഇന്ന് വരെയും നിങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമെല്ലാം ഇന്നതുപോലെ നടന്നാലേ അത് കിട്ടത്തുള്ളൂ, ഈ രൂപത്തിലേ ആ കാര്യത്തിൽ എത്താൻ പറ്റത്തുള്ളൂ എന്നിങ്ങനെ നമ്മൾ ഉപാധികളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റങ്ങളെ, വിജയങ്ങളെ നമ്മൾ കണ്ടതും വിലയിരുത്തിയവരുമാണെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല. ഉപാധികൾ കൂടാതെ, മാനദണ്ഡങ്ങൾ കൂടാതെ നമ്മുടെ ലൈഫിനകത്ത് തനിക്ക് എന്തും ചെയ്യാനുള്ള ശക്തി ഉണ്ടെന്നുള്ളത് മാസ്മരികമായി തെളിയിക്കുന്ന ഒരു വിശിഷ്ട പകലാണ്. നിങ്ങളുടെ ലൈഫിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അപാരമായ ചില ഇടപെടലുകൾ ഇന്ന് നടത്താൻ പോകുകയാണ്. ഇന്നത്തെ ദൂത് കേട്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കും. അത്ര മാസ് എപ്പിസോഡാണ് ഇന്ന് ദൈവം ഒരുക്കിയേക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ നമുക്ക് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കയറാം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇന്നത്തെ ഈ ഒരു മെസ്സേജ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം പിന്നെ നിങ്ങൾ കാണത്തില്ല. ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് വലിയ ധൈര്യത്തോടെ, ഇച്ചിരി ഒന്ന് ഒരുക്കത്തോടെ കൂടെ തന്നെ ഇന്നത്തെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒന്ന് തയ്യാറായിക്കോ. ലോകമെങ്ങും എന്നെ കാണുന്ന, കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ പേരിൽ അയക്കപ്പെട്ടിട്ടുമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞു കവിയും. അതെങ്ങനെ വരുമെന്നോ അതെങ്ങനെ പ്രാപിക്കുമെന്നോ എന്ന് ഒരു കാരണവശാലും ചിന്തിക്കാൻ നിന്നേക്കരുത്. കാരണം അത് വരുന്ന വഴിയും അത് നിങ്ങളിൽ എത്തിക്കുന്ന റൂട്ടും അനുഗ്രഹം അയച്ച ആൾ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. നിങ്ങളിൽ അത് വന്നു ചേരുമെന്നത് മാത്രമാണ് നിങ്ങളെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ സത്യം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ മേലെത്തും. നിങ്ങൾ വെയിറ്റ് ചെയ്തത് നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ പ്രാപിക്കും. കാരണം ദൈവത്തിൻ്റെ പരിപാടികൾക്കൊന്നും ഇന്ന രീതിയിൽ, ഈ രൂപത്തിൽ, അങ്ങനെ പോയാലേ അത് നടക്കത്തുള്ളൂ, അതിന് ഇന്ന നൂലാമാലകളുണ്ട്, ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. കാരണം അവിടുന്ന് ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും. എന്തും പ്രവർത്തിപ്പാനുള്ള ശക്തി ആത്മാവായ ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രതീക്ഷിക്കുന്ന കാര്യത്തെ ഏത് വിധേനയും നൽകി തരുന്ന കാര്യത്തിൽ ദൈവത്തിന് ഒരു പരിമിതിയുമില്ല. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തത് പ്രാപിക്കാൻ റെഡി ആയിക്കോ എന്ന് സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. വിശുദ്ധ കൊരിന്ത്യർ ലേഖനം, 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവ് ആത്മാവാകുന്നു. ഒന്ന് പറഞ്ഞേ, കർത്താവ് ആത്മാവാകുന്നു. നമ്മുടെ ദൈവം ഒരു പ്രതിമയല്ല. നമ്മുടെ ദൈവം ഏതോ ഫോട്ടോയിൽ കാണുന്ന രൂപമല്ല. നമ്മുടെ ദൈവം ഒരു പ്രത്യേക സ്ഥലത്ത് കുടിയിരിക്കുന്നവനല്ല. നമ്മുടെ ദൈവം ഏതോ ആകാശ പൗരനുമല്ല. നമ്മുടെ ദൈവത്തിന് ഇന്ന കാര്യങ്ങൾ കൊടുത്താൽ പുള്ളി പ്രസാദിക്കത്തില്ല. ഇന്ന കാര്യങ്ങൾ കൊണ്ട് പുള്ളിയെ നമുക്ക് കൈക്കൂലി കൊടുത്ത് കൈക്കലാക്കാനും പറ്റുകയില്ല. കാരണം അവിടുന്ന് ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന് ഭൗതികമായതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല. ഈ കാര്യം എത്ര പേർക്ക് മനസ്സിലായി? കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഒരാൾ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഇന്നലെ ഇന്ന ദൈവത്തിൻ്റെ അടുക്കൽ പോയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദൈവത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ആ ദൈവത്തെ നിങ്ങൾ ദൈവമായിട്ട് കാണുന്നതിൻ്റെ പുറകിലെ കാരണം എന്താണ്? അപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഇന്ന കാര്യങ്ങൾ, ഇന്ന സിദ്ധികളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ദൈവമായിട്ട് കാണുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, അദ്ദേഹത്തിന് ഈ ലോകത്തിലെ എല്ലാ ലാംഗ്വേജും അറിയാവുമെന്ന് ചോദിച്ചു. ഇല്ല, മലയാളം മാത്രമേ അറിയത്തുള്ളൂ. മലയാളം മാത്രം മനസ്സിലാവുന്നൊരു ദൈവമല്ല. ഇന്ന് ദൈവത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഗുണങ്ങളിൽ ഒന്നാണ് സർവജ്ഞാനം. ദൈവത്തിൻ്റെ മലയാളി പ്രാർത്ഥിച്ചാലും, ചൈനക്കാരൻ പ്രാർത്ഥിച്ചാലും, ഇംഗ്ലീഷുകാരൻ പ്രാർത്ഥിച്ചാലും, പോർച്ചുഗലുകാരൻ പ്രാർത്ഥിച്ചാലും കേൾക്കാനും അവന് മറുപടി കൊടുക്കാനും അവൻ്റെ മനസ്സിലിരിപ്പ് വായിക്കാനും കഴിയണം. അത്രമേൽ സർവജ്ഞാനമായിരിക്കണം ദൈവത്തിന്. ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏത് കാര്യവും ചെയ്യുവാൻ തക്കവണ്ണം ആ ദൈവത്തിന് പ്രാപ്തിയും ശക്തിയും ഉണ്ടായിരിക്കണം. അവൻ സർവശക്തനായിരിക്കണം. ഒന്ന് സർവജ്ഞാനിയായിരിക്കണം, സർവശക്തനായിരിക്കണം. മൂന്നാമത്തെ കാര്യം, അവിടുന്ന് സർവ്വവ്യാപിയായിരിക്കണം. ഇപ്പോൾ ആ ദൈവം
തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആ ദൈവം കൊല്ലത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ആ ദൈവം കരുനാഗപ്പള്ളിയിലോ കൊടൈക്കനാലിലോ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ദൈവം ലോകത്തിൻ്റെ എല്ലാ കോണിലും ഒരുപോലെ സന്നിഹിതനാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രത്യേക ദൈവം അടങ്ങിയിരിക്കാൻ പറ്റൂ. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ പോയി കിടക്കി വിരിച്ചാൽ അവിടെയും നിന്റെ കൈ എന്നെ പിടിക്കും. ഞാൻ ഉഷസ്സിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കരം എന്നെ നടത്തും. അപ്പോൾ സ്വർഗത്തിലും പാതാളത്തിലും ഭൂമിയിലും എല്ലായിടത്തും ഒരുപോലെ സർവ്വസന്നിഹിതനായിരിക്കുന്നൊരു ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ ഈ സർവ്വഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നിൽ തന്നെ സർവ്വസമ്പൂർണ്ണനുമായിരിക്കണം ദൈവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് കൈക്കൂലി കൊടുക്കാൻ പറ്റാത്തവനായിരിക്കണം. എല്ലാം അദ്ദേഹത്തിന് തന്നെ തന്നിൽ തന്നെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയുന്ന ആളായിരിക്കണം ദൈവം. ഇത് ദൈവത്തെക്കുറിച്ചുള്ളതായി ബൈബിൾ ക്ലാസ് ഒന്നും അല്ല. ഈ വിഷയം പറഞ്ഞു വന്നപ്പോൾ ഇത് പറയാതിരിക്കുക തരയില്ല. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രമേ ഉള്ളൂ. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം എല്ലായിടത്തും ഉണ്ട്. ആ ദൈവത്തിന് എല്ലായിടത്തും ആക്സസ് ഉണ്ട്. ആ ദൈവത്തിന് എല്ലാറ്റിലും എല്ലാം ചെയ്യുവാൻ പ്രാപ്തിയുണ്ട്. അവൻ ഇന്ന കാര്യം പറ്റത്തില്ല, ഇന്ന കാര്യം എനിക്ക് സാധിക്കും, ഞാൻ ഇന്നതായ ഒരു സ്പെഷ്യലിസ്റ്റ് കാര്യത്തിന് മാത്രം സ്പെഷ്യലിസ്റ്റാണ്, ഇങ്ങനൊന്നും അദ്ദേഹം പറയത്തില്ല. അദ്ദേഹത്തിന് എല്ലാം കഴിയും. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് നമ്മുടെ കർത്താവ് ആത്മാവാകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേക രൂപമില്ല. നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകമായിരിക്കുന്ന ചിഹ്നമോ നമ്മുടെ ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന ആചാര രീതിയോ ഈ വക കാര്യാദികളൊന്നുമില്ല. ദൈവം ആത്മാവാകുന്നു. നോക്കൂ, കർത്താവ് ആത്മാവാകുന്നു. അടുത്ത വാക്യമാണ് ഇങ്ങനെ പറയുന്നത്, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. വിലക്കുകളില്ലാത്തൊരു ലോകം, പരിമിതികളില്ലാത്തൊരു ജീവിതം. നിങ്ങൾക്കത് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായും ആത്മാവായ ക്രിസ്തുവിലേക്ക് എത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? എന്തിനും സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം. നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളതായ കുറച്ച് അറിവുകളൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ രാജ്യം പണ്ട് ഒരു അടിമത്തത്തിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വിലയെക്കുറിച്ചൊക്കെ കുഞ്ഞുനാൾ മുതൽ കേട്ടറിവുണ്ട്. കല്യാണം കഴിഞ്ഞെങ്കിലും ചിലരിന്നും ബന്ധനത്തിലാണ്. വിവാഹം കഴിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് അവർ പറയും. കാരണം ഇപ്പോൾ അവർക്ക് അനുഭവിക്കുന്ന ആ ഒരു ലിമിറ്റേഷൻ, അതിനകത്ത് ഇറിറ്റേഷൻ, ഇത് രണ്ടും കൊണ്ട് അവർ പറയും ഈ പൊല്ലാപ്പിന് പോകാതിരിക്കുകയായിരുന്നു നല്ലത്. കാരണം സ്വാതന്ത്ര്യത്തിൻ്റെ വില ഇപ്പോൾ അവരവിടെ അറിയുന്നുണ്ട്. എന്താണ് ഫ്രീഡം എന്ന് പറയുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാതൊരു തടസ്സവും കൂടാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മാനസികവും ശാരീരികവുമായ അവസ്ഥയാണ് സ്വാതന്ത്ര്യം. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം യാതൊരു തടസ്സവും കൂടാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൻ്റെ പേര് മാത്രമാണ് സ്വാതന്ത്ര്യം. കർത്താവ് ആത്മാവാണ്. ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥം? യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ലിമിറ്റേഷൻസ് എല്ലാം കർത്താവിനാൽ മാറ്റപ്പെടുകയാണ്. നിങ്ങളുടെ മുൻപിൽ ഏത് വിധത്തിലും ദൈവപ്രവൃത്തികൾ നടക്കുവാനുള്ള ഒരന്തരീക്ഷം ഒരുങ്ങി വരികയാണ്. കടബാധ്യതയാൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ഒരാളുടെ ലൈഫിലേക്ക് ഈ ആത്മാവായ ദൈവം വന്നാൽ ആ പ്രശ്നം പൊടുന്നനവേ മാറും. എങ്ങനെ മാറും? കടം എങ്ങനെ വന്നെന്നറിയാവോ? അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ മാറുമെന്നും തൽക്കാലം ചോദിക്കേണ്ട. നീ അറിയാതെ വന്ന കടം നീ അറിയാതെ തന്നെ തീരും. ഇതാണ് അതിൻ്റെ രഹസ്യം. പ്രൈസ് ബി ടു ദ ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാത്തിനും തുടക്കം എങ്ങനെയായിരുന്നു അറിയാമായിരുന്നു. പക്ഷെ ഇതുവരെ എത്തിയ നാൾ വഴികൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നിങ്ങൾ തുടക്കം മാത്രം അറിഞ്ഞാൽ മതി. എങ്ങനെയൊക്കെയോ വന്നുപെട്ട ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള തുടക്കം യേശുവുമായുള്ള നിങ്ങളുടെ വിശ്വാസവും പുതിയ ബന്ധവുമാണ്. ഈ നല്ല തുടക്കത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതം ശക്തമായ സ്വാതന്ത്ര്യത്തിലേക്ക് സഞ്ചരിക്കാൻ പോകുകയാണ്. അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കർത്താവായ യേശുവാണ് ഇരിക്കുന്നത്. തൽക്കാലം നിങ്ങൾ കണ്ടക്ടറും കളിക്കേണ്ട, അല്ലാതെ പോട്ടറും കളിക്കേണ്ട. നിങ്ങളതിലെ യാത്രക്കാരനായിട്ട് മാത്രം ഇരിക്കുക. ഈ വാഹനം നിങ്ങളെ വിജയത്തിൽ നിശ്ചയമായിട്ടും കൊണ്ടെത്തിക്കും. ഒരാമേൻ പറഞ്ഞാട്ടെ സന്തോഷത്തോടെ. ഹല്ലേലൂയ. ഈ രീതിയിലേ നടക്കൂ എന്നൊന്ന് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ അകത്ത് നിബന്ധനകളില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം നിങ്ങൾക്ക് നടന്നേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടിയേ പറ്റൂ. പക്ഷേ അത് നടപ്പിൽ വരുത്താനുള്ള യാതൊരു ഉപാധികളും നിങ്ങളുടെ മുൻപിലില്ല. ഉപാധികളൊന്നുമില്ലാതിരിക്കുമ്പോൾ ആത്മാവായ ദൈവത്തിലേക്ക് നമ്മൾ ഈ വിഷയം എടുത്തു വെക്കുകയാണ്. അപ്പോൾ ഇന്നതുപോലൊരു വിഷയത്തിൽ ഞാൻ ഞരങ്ങുകയാണ്.
എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന്മേൽ ഇന്ന് ഈ കാര്യം എനിക്ക് അവിടുന്ന് സാധിപ്പിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളിത് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം, ഈ വചനപ്രകാരം ആത്മാവായ ദൈവമുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിനൊന്നിനും അതിൽ ലിമിറ്റേഷൻ ഇല്ല. അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ ആ കാര്യം നമ്മുടേതല്ല. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ യേശുവിൻ്റെ കയ്യിലോട്ട് ആ വിഷയം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടേതല്ല. അവിടുന്ന് അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്കതിന് മറുപടി മാത്രമാണ് നമ്മളെ ബാധിക്കുന്നത്. ആ വിഷയത്തിൻ്റെ സൊല്യൂഷൻ കംപ്ലീറ്റ്, അതിൻ്റെ ചലഞ്ച് കംപ്ലീറ്റ് ദൈവം ഏറ്റെടുക്കുകയാണ്. ബൈബിൾ നമ്മളോട് വളരെ ശക്തമായി പറഞ്ഞു, യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന്. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ യുദ്ധം ദൈവം നടത്തും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ പ്രോബ്ലത്തെ ദൈവം പരിഹരിക്കും. നിങ്ങളുടെ ഈ ചലഞ്ച് ദൈവം ഏറ്റെടുക്കും. നിങ്ങളുടെ ഈ ബുദ്ധിമുട്ട് ദൈവം കൈകാര്യം ചെയ്യും. നിങ്ങളുടെ ഈ ഉത്തരമില്ലായ്മയ്ക്ക് ദൈവം മറുപടി കണ്ടെത്തി തരും. നിങ്ങളത് അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാവുക. കാരണം ഉപാധികളില്ലാതെ പ്രവർത്തിപ്പാൻ അവന് കഴിയും. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്ക് ഉപദ്രവം വരുത്തുന്നത് പോലും നിങ്ങൾക്ക് നന്മയാക്കി തീർക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. കാരണം അവിടുന്ന് ആയിരിക്കുന്നത് ഈ ലോകത്തിൽ ആർക്കും തരാൻ വയ്യാത്ത സ്വാതന്ത്ര്യത്തിലാണ്. പ്രൈസ് ദ ലോർഡ്. അവിടെ ഒന്നിനും നിബന്ധനകളില്ല, അവിടെ ഒന്നിനും പരിമിതികളില്ല, അവിടെ ഒന്നിനും തടസ്സങ്ങളില്ല. അവിടെ എന്തും നടക്കും. പരിമിതികളുള്ള എൻ്റെ ലൈഫിലെ, പരിമിതികളുള്ള എൻ്റെ സാഹചര്യത്തിലെ ഒരു വിഷയത്തെ ഇവിടെ നിന്നും പൊക്കിയെടുത്ത് എൻ്റെ കർത്താവിൻ്റെ കയ്യിലോട്ട് വിശ്വാസത്തോടെ ഏൽപ്പിക്കുന്ന പരിപാടിയാണ് എൻ്റെ പ്രാർത്ഥന. ഞാനത് വിശ്വാസത്തോടെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യം പിന്നെ കൊണ്ടുപോകുന്നത് എൻ്റെ കർത്താവും അവൻ്റെ സാമ്രാജ്യവുമാണ്. ആമേൻ. അത് പിന്നെ തിരിച്ചു വരുന്നത് ഞാൻ എന്ത് മറുപടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചോ ആ മറുപടിയായിട്ടാണ്. നിലവിൽ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോഴെൻ്റെ കർത്താവ് നൽകിയ റിസൾട്ടുകളാൽ എൻ്റെ ലൈഫ് ഫുൾഫിൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിൻ്റെ കടബാധ്യതയോ, നിങ്ങളുടെ ഇന്നത്തെ ബാങ്കുമായിട്ടുള്ള ഇഷ്യൂവോ, നിങ്ങളുടെ ഇന്നത്തെ കേസിൻ്റെ പ്രശ്നങ്ങളോ, നിങ്ങളുടെ ഫാമിലി പ്രോബ്ലങ്ങളോ, നിങ്ങൾ എഴുതിയിട്ട് ജയിക്കാത്ത ആ എക്സാമിൻ്റെ വിഷയമോ അങ്ങോട്ടൊന്ന് കൊടുത്തേ. നിങ്ങൾ ഞെട്ടുന്ന നിലയിലൊരു മറുപടി അതിന്മേൽ വരും. ഇത് എനിക്ക് തന്നെയാണോ കിട്ടിയത് എന്ന് ചിന്തിക്കുന്ന നിലയിലൊരു പ്രവൃത്തി നിങ്ങൾ കാണും. ഇന്നലെ ദൈവിക ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ ഒരു സഹോദരൻ വന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ കുറച്ചുപേരെ പ്രാർത്ഥിച്ച് അയക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് എന്നെ കാണാൻ വേണ്ടി ഇദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ മിനിസ്ട്രിയിലുള്ള കുറേ സഹോദരങ്ങൾ അവിടെയുണ്ട്. അവരെല്ലാവരും എന്നെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് അയക്കുന്ന ഒരു സമയത്ത് അവിടെ ആയിരിക്കുമ്പോഴാണ് ഇദ്ദേഹം പെട്ടെന്ന് വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അവസാനത്തെ ആൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇനി മിനിസ്ട്രിയിലുള്ള ആൾക്കാരേ ഉള്ളൂ, ബാക്കിയുള്ള ഔട്ട്സൈഡേഴ്സായിട്ട് വന്ന എല്ലാവരെയും ഞാൻ പ്രാർത്ഥിച്ച് അയക്കുകയാണ്. ഇദ്ദേഹം പെട്ടെന്ന് അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അരമണിക്കൂർ സമയം എനിക്ക് തരണം. ഞാൻ പറഞ്ഞു, അരമണിക്കൂർ തരാൻ എനിക്കില്ല, പെട്ടെന്ന് എന്നോട് കാര്യങ്ങൾ പറയൂ. അന്നേരം എന്നോട് പറഞ്ഞു, എന്നാൽ ഞാനൊരു തെളിവ് സഹിതം 2 കാര്യങ്ങൾ പാസ്റ്ററെ കാണിക്കാം. അതിലൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. തൻ്റെ പോക്കറ്റിൽ നിന്ന് കോട്ടയം ബ്രാഞ്ചിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പാസ്ബുക്ക് താൻ എടുക്കുകയാണ്. ഈ പാസ്ബുക്ക് എടുത്തിട്ട് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, 2016 ഞാൻ എടുത്ത പാസ്ബുക്കാണിത്. ഈ അക്കൗണ്ടും ഈ പാസ്ബുക്കും നോക്കുക. എടുത്ത ആ ഒരു സമയത്തെ ആ ഒരു മെയിൻ പേജ് മാത്രം കൊണ്ട് തൊട്ടപ്പുറത്ത് 1 രൂപയുടെ പോലും ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല. 1 രൂപയുടെ പോലും നടന്നിട്ടില്ല. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, 1 രൂപ പോലും ട്രാൻസാക്ഷൻ നടക്കാത്ത എനിക്ക് എൻ്റെ ഈ അക്കൗണ്ടിൽ വന്ന പണം പാസ്റ്റർ കാണുക, 4.5 ലക്ഷം രൂപ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് വന്നിരിക്കുകയാണ്. 1 രൂപയുടെ പോലും വരുമാനമില്ലാതിരിക്കുന്നൊരു സാഹചര്യത്തിൽ തൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കടക്കാൻ നിർവാഹമില്ലാതിരിക്കുമ്പോൾ ആ മനുഷ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്കത്രേ ഉള്ളൂ, ഏഞ്ചലിക് മണിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നൽകുന്ന സൂപ്പർ നാച്ചുറൽ ഓപ്പർച്യൂണിറ്റികളിൽ ഞാൻ ശക്തമായി ബിലീവ് ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇങ്ങനെയൊന്നും നടക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വിട്ട ഒരു മനുഷ്യൻ്റെ ലൈഫിലാണ് ഈ ഒരു ദൈവിക വിടുതൽ നടന്നത്. ഫസ്റ്റ് എനിക്കൊരു ബ്രേക്ക് ത്രൂ വേണം. നിങ്ങൾക്ക് എന്താ ജോലി? അതെൻ്റെ ജോലി ഇന്നതാണ്. ആ ജോലി കൊണ്ട് ഇത്രയും വലിയൊരു ബാധ്യത തീർക്കാൻ പറ്റത്തില്ലല്ലോ ബ്രദറെ. അതേ പാസ്റ്ററെ, പറ്റത്തില്ല.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ എന്താ ചെയ്യുക എന്നുള്ളതായ ചോദ്യത്തിനോട് പ്രസക്തിയില്ല. നടക്കേണ്ടത് എന്താണോ അത് ചെയ്തു തരാൻ കഴിയുന്നവനെ ആ കാര്യം ഏൽപ്പിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ജോലി. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ രീതിയിലേ നടക്കത്തുള്ളൂ. നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ അവിടേക്ക് പൈസ വരും. നല്ലൊരു ബിസിനസ് ഉണ്ടെങ്കിലേ അവിടെ ക്യാഷ് എത്തുള്ളൂ. നല്ലൊരു ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള കുറേ ആൾക്കാരുടെ സേവനങ്ങൾ, സഹായങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അത് കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന ആ ഒരു രീതിയല്ല ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഞങ്ങളുടെ സാധ്യതകൾ സീറോയാണ്. ഞങ്ങൾ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു മൊമെന്റിൽ അങ്ങേക്ക് ഇതിനകത്ത് എന്തും ചെയ്യാൻ പറ്റുന്ന നിലയിൽ അവിടുത്തെ സന്നിധി സ്വാതന്ത്ര്യത്തിൻ്റെ നഗരമാണെന്ന്, അവിടുത്തെ പ്രവൃത്തികൾ സർവ്വസ്വാതന്ത്ര്യത്തിൻ്റെ വിഹാരകേന്ദ്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ രാജ്യത്തേക്ക് ഈ വിഷയം ഞാൻ അയക്കുന്നു കർത്താവേ. അവിടുത്തെ പക്കലേക്ക് ഈ വിഷയത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ആ പ്രയറിൻ്റെ സ്ലിപ്പ് ചെന്നാൽ അടുത്ത മൊമെന്റിൽ നിന്റെ വിഷയത്തിൻ്റെ മേൽ റിസൾട്ടിങ് വരും. അതുകൊണ്ട് ഇന്ന് രാവിലെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ കർത്താവ് ആത്മാവാണ്, കർത്താവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ഉപാധികൾ കൂടാതെ എന്തും സംഭവിക്കും. ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഉപാധികൾ കൂടാതെ എന്തും സംഭവിക്കും. നിന്റെ കല്യാണം ഒരു ഉപാധികളും കൂടാതെ നടക്കും. നിന്റെ വീട് അത് ഉപാധികൾ കൂടാതെ സംഭവിക്കും. ആ പരീക്ഷയിലെ വിജയം ഉപാധികൾ കൂടാതെ നീ ജയിക്കും. നിന്റെ യാത്ര നിയമത്തിൻ്റെ 1000 കുരുക്കുകളാൽ ബന്ധിക്കപ്പെട്ടതാണെങ്കിലും യാതൊരു ഉപാധികളും കൂടാതെ അത് നിന്റെ ലൈഫിൻ്റെ മേൽ സംഭവിക്കും. അബുദാബിയിൽ ജയിലിലായിരുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി അവരുടെ മകൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. ലോകത്തിലെ എല്ലാ വീര്യം കൂടിയ മദ്യങ്ങളുടെയും കൂട്ട് ആ സ്ത്രീക്ക് നന്നായിട്ടറിയാം. അവരവിടെ ഒരു വലിയ മദ്യ ഉണ്ടാക്കുന്ന സ്ഥലത്ത് വിവിധ തരത്തിലുള്ള മദ്യങ്ങൾ അങ്ങനെ പകർന്നു കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യ കൂട്ടുകൾ ആ മദ്യം ഉണ്ടാക്കുന്ന സ്ഥലത്ത് കൊടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സ്ത്രീയാണ്. ആ ഒരു സ്ഥാപനത്തിന് നേരിട്ട എന്തോ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഇവർ വലിയ തോതിൽ ഒരു സമ്മർദ്ദത്തിൽ അകപ്പെട്ട് ജയിലിലായി പോവുകയാണ്. അവിടെ നിന്നും പുറത്തു വരാൻ യാതൊരു നിർവാഹവും ഇല്ലാതിരിക്കുമ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഈ മകൻ ഓടി വരികയാണ്. പാസ്റ്റർ, എൻ്റെ അമ്മ എനിക്ക് എങ്ങനെയും ഒന്ന് പുറത്തു കൊണ്ടുവരാൻ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. അവൻ യാത്ര ചെയ്ത് ഇവിടേക്ക് ട്രെയിൻ കയറി വരുമ്പോഴൊക്കെ അവൻ്റെ മനസ്സിനകത്ത് പരിശുദ്ധാത്മാവിൽ ഒരു പ്രേരണ അവന് കിട്ടുകയാണ്. ഞാൻ പാസ്റ്ററിലേക്ക് ചെല്ലും, ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ അമ്മയെ ദൈവം എനിക്ക് തിരിച്ചു കൊണ്ട് തരും. ഈ കുട്ടിയുടെ ലൈഫിനകത്ത് ഈ ദൈവപ്രവൃത്തി നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ആ വിഷയത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്ത ഒരു വിഷയമാണ്. പക്ഷെ ആ സംശയത്തിന് ഇടം കൊടുക്കാതെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു ശബ്ദം ഞാൻ അടുത്ത ആഴ്ച ഈ സമയത്ത് നിന്റെ അമ്മ എവിടെ നിൽക്കും? എങ്ങനെ സംഭവിക്കാനാ? ഇതെങ്ങനെ നടക്കാനാ? നടക്കാൻ ഒരു വഴിയില്ല, നടക്കത്തുമില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സ്വാതന്ത്ര്യങ്ങളുടെ ദൈവത്തിന് ഈ കാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ള ലളിതമായ വിശ്വാസം, ജയില് തുറക്കാൻ, അവരെ പുറത്തിറക്കാൻ, അവരെ ആ രാജ്യത്തുനിന്ന് ഇവിടെ എത്തിപ്പാൻ ദൈവത്തിന് ശക്തിയുണ്ടെന്നുള്ള ഒറ്റ ബോധ്യം, ആ ബോധ്യത്തിൽ അടിയുറച്ച സാക്ഷ്യം, അത് പറഞ്ഞു നടക്കും. എൻ്റെ സഭ കണ്ട ടെസ്റ്റിമണിയാണ് ഞാൻ ഈ പറയുന്നത്. ആ സ്ത്രീ ഞങ്ങളുടെ സഭയിൽ വന്നു, പറഞ്ഞ കൃത്യമാഴ്ച ആ കുഞ്ഞുങ്ങളുടെ കൂടെ അമ്മ വന്നിട്ട് അവരുടെ വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം അവർ ഞങ്ങളോട് പറഞ്ഞു. ഇനി ജീവിതത്തിൽ ഒരിക്കലും ആ തൊഴിലിലേക്ക് അവരില്ല എന്ന് തീരുമാനിച്ചു. അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആരംഭിച്ചു. എങ്ങനെ ഇത് നടക്കുന്നത്? നമ്മൾ ഇത് വിശ്വസിക്കുന്നു. ഉപാധികൾ കൂടാതെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങളുടെ ഇന്നത്തെ ആവശ്യത്തെ ഇങ്ങനൊന്ന് കാണാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ മൊമെന്റിൽ കണ്ടു തുടങ്ങൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കാത്ത നിലയിൽ ചിലതൊക്കെയും ചേർക്കപ്പെടുന്നത് നിങ്ങൾ കണ്ട് ദൈവത്തെ സ്തുതിക്കും. ഒരിക്കലും നടക്കത്തില്ലെന്ന് നിങ്ങളുടെ ലൈഫിൽ പറയുന്ന ചില അത്ഭുതങ്ങൾ ഇന്ന് ഇതിനാൽ ഉണ്ടാകും. ഓ, താങ്ക് യു ജീസസ്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവിന് നിങ്ങളുടെ വീട്ടിലൊരു കാര്യം ചെയ്യാൻ, പരിശുദ്ധാത്മാവായ ദൈവത്തിന് നിങ്ങളുടെ വീട്ടിലൊരു കാര്യം ചെയ്യാൻ, കർത്താവിനൊരു അത്ഭുതം ചെയ്യാൻ കാലതാമസത്തിൻ്റെ ആവശ്യമില്ല. അതിന് വേണ്ടതായ അനുകൂല സാഹചര്യങ്ങളുടെ ആവശ്യമില്ല. ഏത് മഹാത്ഭുതവും സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ദൈവിക ദൂത് കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ കർത്താവിനെ കണ്ണുമടച്ച് വിശ്വസിച്ച് ഒരു വലിയ കാര്യത്തിന് വേണ്ടി ആശ്രയിക്കാനുള്ള ശക്തമേറിയ ഒരു നിർബന്ധമാണ് ഞാൻ വെക്കുന്നത്.
നിന്റെ ഇന്നത്തെ പ്രോബ്ലത്തിൻ്റെ മുമ്പിൽ കർത്താവിനെ നീ ശക്തമായിട്ട് മുറുകെ പിടിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലിയെ കൗൺസിൽ ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട് 100 പ്രശ്നങ്ങളുടെ നടുവിൽ ഉലഞ്ഞു നിൽക്കുന്ന ആ കുടുംബത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, സെപ്റ്റംബർ മാസം 23 നിങ്ങളുടെ ലൈഫിൽ ദൈവം നിങ്ങളുടെ പേപ്പർ തിരുത്തുന്ന ദിവസമാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കെതിരെ ഉള്ള പേപ്പറിനെ ദൈവം തിരുത്തും. അപ്പോൾ അവർ പെട്ടെന്ന് ഞെട്ടിത്തരിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇതെങ്ങനെയും അറിഞ്ഞു ഈ ദിവസം സെപ്റ്റംബർ 23 ആണെന്നുള്ള കാര്യം? ഞങ്ങളുടെ ആ കേസ് അന്നാണ് വിചാരണയ്ക്കെടുക്കുന്നത്. ഓ, ദൈവമെല്ലാം അറിയുന്നു. നിന്റെ ലൈഫിൽ ഇത് നടക്കും. നിനക്ക് വേണ്ടി പ്രസന്റ് ആകാൻ ആരുമില്ല എന്നോർത്ത് നീ വിഷമിക്കേണ്ട. നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നിരിക്കും. വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിരിക്കും. തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കും. 100-ാം വയസ്സിൽ കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും. കാട്ടിക്കിടക്കുന്നവൻ രാജാവാകുമെന്ന് പറഞ്ഞാൽ ആകും. ഇന്ന് ജയിലിൽ കിടക്കുന്നവൻ നാളത്തെ മന്ത്രിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഇന്ന് സിംഹക്കുഴിയിൽ ഉറങ്ങുന്നവൻ നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. തീയിലെറിഞ്ഞാലും ചാരമായി പോകത്തില്ലെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ. അടക്കി കല്ലറ വെച്ചാലും പുഴുത്തു പോകത്തില്ല. 3-ാം നാൾ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ. ഓ, പലതവണ വല ഇറക്കിയിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീശിക്കോ എന്ന് പറഞ്ഞാൽ വീശിയേച്ചാൽ മതി. പെരുത്ത മീൻകൂട്ടം അകപ്പെടുമെന്ന് പറയുന്നത് കണ്ടറിയേണ്ട അത്ഭുതം തന്നെയാണ്. മനസ്സിലായി കാര്യങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് പിടികിട്ടിയ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? ഇന്നത്തെ ഈ ദൈവിക ദൂത് നിന്നെ പിടിച്ച് കുലുക്കുക. ആ ഇരിക്കുന്ന ഒരവസ്ഥയുടെ ക്ഷീണാവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ വലിയ വിടുതലുകളെ കാണാൻ തക്കവണ്ണം എഴുന്നേറ്റേ. ഈ നിമിഷം ദൈവത്തിൽ നിന്റെ ആവശ്യത്തെ കൈമാറിക്കേ. ഇന്നത്തെ പകൽ നിന്റെ പകലാണ്. കർത്താവ് നിന്നെ ആദരിക്കാൻ പോവുകയാണ്. റെഡി? നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞങ്ങളുടെ അകത്ത് കയറിയിരിക്കുന്ന വിശ്വാസം ചെറുതല്ല. ഇപ്പം ഞങ്ങളുടെ കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വൻ കാര്യത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ആത്മീക ദൂതിൻ്റെ ആഴത്തെ മുറുകെ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ആത്മാവാണ്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് ഞങ്ങളുടെ ലൈഫിൻ്റെ മേൽ ദൈവം ഒരുക്കുന്ന ഫ്രീഡം വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. അങ്ങയുടെ മക്കളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ഉപാധികൾ കൂടാതെ, വഴികൾ കൂടാതെ, അടഞ്ഞ് കതക് കിടക്കുമ്പോഴും കർത്താവ് അകത്ത് കയറിയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനമെന്ന്. അത്തരത്തിൽ കതക് തുറന്നാലും ഇല്ലേലും ഞാൻ പുറത്തിറങ്ങും. വഴി തുറന്നാലും ഇല്ലേലും എൻ്റെ കാര്യം നടക്കും. ഇന്ന് സൂര്യൻ ഉദിച്ചാലും പകൽ അസ്തമിച്ചാലും നട്ടുച്ചയ്ക്ക് അവൻ പ്രകാശം തരുന്നില്ലെന്ന് തീരുമാനിച്ചാലും നീതി സൂര്യൻ എൻ്റെ കാര്യത്തിന്മേൽ ജ്വലിച്ചു നിൽക്കും. ഓ, ഞാൻ ആ നിലയിൽ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിനെ. എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ എൻ്റെ യേശുവിൻ്റെ കൈകളിലേക്ക് തരികയാണ്. ഇന്ന് ഈ വിടുതൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കകത്തേക്ക് ഒരു വലിയ പകർച്ചയായി വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. അത്ഭുത വിടുതൽ സാക്ഷ്യങ്ങൾ രംഗത്ത് വന്നിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നല്ല അഭിഷേകത്തിൻ്റെ നിറവിൽ അപാരമായ ദൈവശക്തിയിലാണ് ഞാൻ നിങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങളോട് പറഞ്ഞ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നിരിക്കും. നീ നിറഞ്ഞ് കവിഞ്ഞ് ദൈവിക സമൃദ്ധിയിൽ ജീവിക്കും. ലോകത്തിൻ്റെ അറ്റം വരെയും ദൈവം നിന്നെ അയക്കും. നീ ഒരു മഹാത്ഭുതമായി മാറും. നിന്റെ ഗതികേടും കഷ്ടകാലങ്ങളും ഇന്ന് കുഴിച്ചു മൂടുകയാണ്. നിന്റെ ലൈഫിൻ്റെ നന്മകളെ ബന്ധിച്ച് കളഞ്ഞെടുത്ത് നിന്ന് തന്നെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. സന്തോഷകരമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ കൂട്ടായ്മകൾ നടക്കുന്നു. നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.